അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ക്ലാസ് 6 തസ്കിയ 8ാമത്തെ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇതിനു മുമ്പെടുത്ത പാഠങ്ങളുടെ വർക്ക് ബുക്ക് ആൻസേഴ്സ് വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള എൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ കൂട്ടുകാർക്ക് ചാനലിൽ പോവാൻ സാധിക്കും. ചാനലിൽ പോയതിനു ശേഷം പ്ലേലിസ്റ്റ് എടുക്കുക. എടുത്തതിനു ശേഷം ക്ലാസ് 6 തസ്കിയ വർക്ക് ബുക്ക് എന്ന പ്ലേലിസ്റ്റ് ഉണ്ടാകും. ആ പ്ലേലിസ്റ്റിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ വർക്ക് ബുക്ക് ആൻസേഴ്സ് കൂട്ടുകാർക്ക് ലഭ്യമാകും. അതിൽ ആവശ്യമുള്ള പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് കൂട്ടുകാർക്ക് എടുത്തു നോക്കാം. അപ്പോൾ നമുക്കിനി ഈ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് നോക്കാം. എല്ലാവരും വർക്ക് ബുക്ക് എടുത്തില്ലേ? വർക്ക് ബുക്ക് പേജ് നമ്പർ 36. അൽ വഹ്ദത്തു സാമിന 8ാമത്തെ പാഠം. അസ്സഅയു ലിൽ ഗൈരി ജിഹാദുൻ ഫീ സബീലില്ലാഹ്. ആദ്യം മആനിൽ കലിമാത്ത്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം നല്ലോണം വായിച്ച് മനസ്സിലാക്കണം. നമുക്ക് അത് വായിച്ചതിന് ശേഷം വർക്ക് ബുക്ക് ആൻസേഴ്സ് നോക്കാം. ആദ്യം നോക്കൂ. സഅയുൻ പരിശ്രമം, ജലദുൻ ശക്തി, നശാത്തുൻ ഉത്സാഹം, മുഫാഖറത്തുൻ പൊങ്ങച്ചം കാണിക്കൽ, റിയാഉൻ ബാഹ്യപ്രകടനം, മഹാരിമു നിഷിദ്ധ കാര്യങ്ങൾ, അഅ്ബദു കൂടുതൽ ആരാധിക്കുന്നവൻ, ഖസമ വീതിച്ചു നൽകി, അഗ്ന ഏറ്റവും ഐശ്വര്യവാൻ, അഹ്സിൻ നീ ഗുണം ചെയ്യുക, റദ്ദ എണ്ണി, മറ നടന്നു, ജാറുൻ അയൽവാസി. ഇനി അതിന് താഴെ നോക്കൂ. ഇഖ്റഉ വകമ്മിൽ. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് വിട്ടത് പൂരിപ്പിക്കണം. ആദ്യം നോക്കൂ മുഫ്രദ്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒറ്റ എന്നാണ് അർത്ഥം. അടുത്തത് നോക്കൂ മുസന്ന 2. അടുത്തത് നോക്കൂ ജംഅ് കൂട്ടം. മുഫ്രദിൽ ഒന്നാമത്തത് നോക്കൂ റജുലുൻ. റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ, ഒരു പുരുഷൻ എന്നാണ്. ഇനി മുസന്ന അതിൽ റജുലാൻ, റജുലാനി അതായത് 2 പുരുഷന്മാർ. മനസ്സിലായില്ലേ? ഇനി ജംഅ് റിജാൽ 2നേക്കാൾ കൂടുതൽ. ഇപ്പോൾ റജുലാനി 2 പുരുഷന്മാർ, ഇത് റിജാലുൻ കൂടുതൽ പുരുഷന്മാരുണ്ട്. അപ്പോൾ റജുലുൻ, റജുലാനി, റിജാലുൻ. മനസ്സിലായില്ലേ? ഇനി അതുപോലെ നോക്കൂ അടുത്തത്. സഗീറുൻ, സഗീറാനി മുസന്ന സഗീറാനി, ജംഅ് സിഗാറുൻ. അടുത്തത് കബീറുൻ, മുസന്ന കബീറാനി, ജംഅ് കിബാറുൻ. അടുത്തത് ഷൈഖുൻ, ഷൈഖുൻ, ഷൈഖുൻ അതിൻ്റെ മുസന്ന ഷൈഖാനി, ജംഅ് ശുയൂഖുൻ. അടുത്തത് കലിമത്തുൻ, മുസന്ന കലിമത്താനി, ജംഅ് കലിമാത്തുൻ. ഈ മുസന്ന നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, റജുലാനി, സഗീറാനി, കബീറാനി ഇതുപോലെ നീ എന്നതിൽ അവസാനിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മുസന്നയാണ്. ഇനി അടുത്ത പേജിൽ നോക്കൂ. നക്തുബുൽ മഅന. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ
അർത്ഥം എഴുതണം. നമുക്ക് എഴുതാം. ഒന്നാമത്തത് നോക്കൂ, സഅയു പരിശ്രമം. രണ്ടാമത്തത് നശാത്തുൻ ഉത്സാഹം. മൂന്നാമത്തത് ജാറുൻ അയൽവാസി. നാലാമത്തത് മുഫാഖറത്തുൻ പൊങ്ങച്ചം കാണിക്കൽ. അഞ്ചാമത്തത് മറ നടന്നു. ആറാമത്തത് അദ്ദ എണ്ണി. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് മുഫ്രദ്, മുസന്ന, ജംഅ് വേർതിരിക്കണം. നമുക്കിവിടെ കൊടുത്തതൊന്ന് വായിച്ചു നോക്കാം. ജിനാനുൻ മലക്കുൻ, അക്ദാമുൻ അബവാനി, യദുൻ ദാറാനി. ഇതെല്ലാം കൊടുത്തിരിക്കുന്നു. ആദ്യം മുഫ്രദ്. മുഫ്രദിൽ മലക്കുൻ, യദുൻ. ഇനി മുസന്ന. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ കൂട്ടുകാരെ, നീ എന്നതിൽ അവസാനിക്കുന്നത് മുസന്നയാണ്. അപ്പോൾ ദാറാനി, അബവാനി. അടുത്ത് ഇപ്പോൾ മുസന്ന എന്ന് പറഞ്ഞല്ലോ, അതിനേക്കാൾ കൂടുതൽ, രണ്ടിനേക്കാൾ കൂടുതൽ ജംഅ് കൂട്ടം ഏതാണ്? ജിനാനുൻ അക്ദാമുൻ. ഇനി അടുത്തത് നോക്കൂ, നക്തശിഫുൽ ഇജാബാത്ത്. കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ളതാണ്. അപ്പോൾ നമുക്ക് എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും അരികിലൂടെ കടന്നുപോയി. അപ്പോൾ അവർ എന്താണ് ദർശിച്ചത്? അതാണ് എഴുതേണ്ടത്. ഉത്തരം, അയാളുടെ കായിക ബലവും ഉത്സാഹവും. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരാളുടെ പ്രയത്നം അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ളതാകും. എപ്പോഴാണ് അങ്ങനെയാവുക? ഉത്തരം, ഒരാൾ അവൻ്റെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയും പ്രായം ചെന്ന് മാതാപിതാക്കൾക്ക് വേണ്ടിയും സ്വന്തം ജീവിതം സംശുദ്ധമാക്കാൻ വേണ്ടിയും പ്രയത്നിക്കുമ്പോൾ ആണ് അവൻ്റെ പ്രയത്നം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതാവുന്നത്. അപ്പോൾ എന്താണ് ചോദ്യം? ഒരാളുടെ പ്രയത്നം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതാകും. എപ്പോഴാണ് അങ്ങനെയാവുക? അപ്പോൾ ഒരാൾ അവൻ്റെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നു, അതുപോലെ പ്രായം ചെന്ന് മാതാപിതാക്കൾക്ക് വേണ്ടിയും ചെയ്യുന്നു. ഇനി അതുമാത്രമല്ല, അവൻ്റെ സ്വന്തം ജീവിതത്തിന് വേണ്ടിയും ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതാവുന്നത്. ഇനി അടുത്ത പേജ് നോക്കൂ. മൂന്നാമത്തെ ചോദ്യം, ഒരാളുടെ പ്രയത്നം പിശാചിൻ്റെ മാർഗത്തിലുള്ളതാകും. എപ്പോഴാണ് അപ്രകാരമാകുക? ഇപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എങ്ങനെയാവുമെന്ന് പറഞ്ഞു. ഇനി പിശാചിൻ്റെ മാർഗത്തിൽ എങ്ങനെയാവും? ഉത്തരം, ഒരാൾ ബാഹ്യപ്രകടനത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടി പ്രയത്നിക്കുമ്പോൾ. ഇനി നാലാമത്തെ ചോദ്യം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ച് 5 കാര്യങ്ങൾ പറഞ്ഞു. അവ ഏതെല്ലാം? ഉത്തരം, 1. നിഷിദ്ധമായ കാര്യങ്ങളെ നീ സൂക്ഷിച്ചാൽ നീ ഏറ്റവും വലിയ ആരാധകനാകും. രണ്ടാമത്തത്, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനാകും. മൂന്നാമത്തത്, അയൽവാസികളിലേക്ക് ഗുണം ചെയ്യുക, നീ പൂർണ്ണ വിശ്വാസിയാകും. നാലാമത്തത്, നിനക്ക് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക, നീ പൂർണ്ണ മുസ്ലിമാകും. അഞ്ചാമത്തത്, പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കാതിരിക്കുക, അധികരിച്ച ചിരി ഹൃദയത്തെ നിർജീവമാക്കും. കൂട്ടുകാർക്ക് ഈ 5 കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോക്കൂ. ഇവിടെ ഒരു ഖണ്ഡിക തയ്യാറാക്കണം. പിതാവ്, കുട്ടി,
അയൽവാസി, ജനങ്ങൾ എന്നിവർക്ക് ഗുണം ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ഖണ്ഡിക തയ്യാറാക്കുക. അപ്പം നോക്കൂ, പിതാവ് കുട്ടിക്ക് ഭക്ഷണം നൽകുന്നു, വിദ്യാഭ്യാസം നൽകുന്നു. പിതാവ് കുട്ടിക്ക് ഭക്ഷണം നൽകുന്നു, വിദ്യാഭ്യാസം നൽകുന്നു. അവർക്ക് സ്നേഹവും വാത്സല്യവും നൽകുന്നു. അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി നൽകുന്നു. അസുഖം വന്നാൽ ചികിത്സിക്കുന്നു. ഇനി അടുത്തത്, കുട്ടി പിതാവിനെ അനുസരിക്കുന്നു. ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവർക്ക് വാർദ്ധക്യത്തിൽ താങ്ങും തണലുമാവുന്നു. ഒരു മുസ്ലിം തന്നെ പോലെ തന്നെ മറ്റു മുസ്ലിം സഹോദരന്മാരെയും കാണണം. സ്വന്തം ആവശ്യത്തേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുക. അയൽവാസികൾ സഹായം ചോദിച്ചാൽ സഹായിക്കുക, രക്ഷ ചോദിച്ചാൽ രക്ഷിക്കുക, കടം ചോദിച്ചാൽ കടം നൽകുക, രോഗിയായാൽ സന്ദർശിക്കുക. അയൽവാസിക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക. ഇതോടെ ഈ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.